ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. വളരെ ചെയ്യാനാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ ഈ ക്രിസ്മസ് ഒക്കെ അല്ലേ, ഈ സമയത്ത് ഒരുപാട് ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്നതൊക്കെ. അപ്പോൾ ഈ സമയം ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്തവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. മാത്രമല്ല ഇതിൽ ഒരു പീസ് കഴിച്ചാൽ മതി കേട്ടോ, നമ്മുടെ വയറ് നിറയാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ, ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും, ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഞാനിതുപോലെ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക്, വലിയൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ഞാനിത് ചെറുതായിട്ട് റൗണ്ടായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ആവശ്യമായിട്ടുണ്ട്, അതും കൂടെ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സവാള വഴന്ന് പോകേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ പച്ചവും മണമെല്ലാം ഒന്ന് മാറി കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നല്ല കിടിലൊരു റെസിപ്പി ആയിട്ടോ. ഈ ക്രിസ്മസിന് നിങ്ങളുടെ വീടുകളിലെല്ലാം ഇതൊന്ന് തയ്യാറാക്കി നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു ലൈക്ക് തരാൻ മറക്കരുത്, കൂടെ ഒരു ഹൈപ്പും കൂടെ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറിയിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത്. ഇനി നമുക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ പൊടിയുടെ എല്ലാം പച്ചമണം ഒന്ന് നല്ലപോലെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. തീ കുറച്ച് വെച്ച് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാനിതാ 1 കപ്പ് ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ചേർത്ത് വേവിച്ചെടുത്ത ബീഫ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾസ് കറക്കി എടുത്താൽ മതിയാവും. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ അരപ്പും ഈ സവാളയും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇത്രയും മതിയാവും. നമുക്കിത് ഇനി മാറ്റി വയ്ക്കാം, ഇതൊന്ന് തണുത്ത് വരട്ടെ. ഈ സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. അപ്പോൾ ഞാനിതാ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതേ കപ്പിൽ തന്നെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ മാവെല്ലാം ഇവിടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ആ പാനിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന മാവിൻ്റെ പകുതി മിക്സഡ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പകുതിയോളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ പകുതി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ രുചിയാണ്, മക്കൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ഈ ക്രിസ്മസിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫില്ലിങ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതുപോലെ മാവ് ഫുള്ളായിട്ട് നമുക്കൊന്ന് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ മാവെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കാം. ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കി, ഒട്ടും തന്നെ മാവിൻ്റെ അംശമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് പാനിലേക്കൊന്ന് മറിച്ചിടാം. അതിനുശേഷം വീണ്ടും നമുക്ക് അടിഭാഗം നല്ലപോലെ വെന്ത് കിട്ടുന്ന രീതിയിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെച്ച് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം.
ഇപ്പം നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും നല്ല മണവും കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഞാൻ. അപ്പോൾ തണുത്തിട്ടുണ്ട്, നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത് കേട്ടോ. നമ്മൾ പാലൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പീസ് കഴിച്ചാൽ മതി, ഒരു പീസ് ഒരു ചായയും ഉണ്ടെങ്കിൽ ധാരാളം കേട്ടോ. അപ്പോൾ നമുക്ക് വൈകിട്ടത്തേക്ക് സ്നാക്സായിട്ടോ അല്ലെങ്കിൽ രാവിലെ വേണമെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല കിടിലൻ റെസിപ്പി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ നിങ്ങളെ പ്രിയപ്പെട്ടവർക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ബീഫും അകത്ത് ആ സവാളയും ഇഞ്ചിയും എല്ലാം കൂടെ നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഒരിക്കൽ കഴിച്ചാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഉണ്ടാക്കി കഴിക്കും കേട്ടോ, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കരുതേ.